ഹലോ, നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയൽ സെഷനിൽ ഈ ഒരു വൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മിക്ക സ്റ്റുഡൻസും എൻ്റെ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഇതിന് 3 എലമെൻറ്റ്സ് ആണ് വേണ്ടത്. അതായത് ഒരു തിന്നായിട്ടുള്ള ഒരു ലീഫും പിന്നെ ഒരു ഡ്രോപ്പ് ഷേപ്പും പിന്നെ ഒരു ലൈനും. ഈ 3 എലമെൻറ്റ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വൈൻസ് വരച്ചെടുക്കുന്നത്. അത് നമുക്ക് വൈൻസ് വരയ്ക്കാനായി ആദ്യം തന്നെ നമുക്കൊരു ബെൻഡഡ് ലൈൻ കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലീഫ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ലീഫ് വരച്ചതിന് ശേഷം ഡ്രോപ്പ് ഷേപ്പും ഡോട്ടും കൊടുത്ത് ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യൂസ് ചെയ്യുന്ന കോണിൻ്റെ ടിപ്പ് കുറച്ച് തിന്നായിരിക്കാൻ നോക്കുക. കുറച്ച് തിക്കായിട്ടുള്ള ടിപ്പാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തിന്നായിട്ടുള്ള കോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. പ്രഷർ കൺട്രോളിങ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വൈനാണിത്. അതായത് പ്രഷർ കൂട്ടിയും കുറച്ചും വേണം നമ്മളിതിൽ ഓരോ എലമെൻറ്റ്സുകളും ചെയ്തെടുക്കാൻ. നമ്മൾ ആദ്യം വരച്ച ബെൻഡഡ് ലീഫിൽ ആ ബെൻഡ് വരുന്ന ഭാഗത്തുള്ള ലീഫുകൾ കുറച്ച് ടേൺ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ലീഫ് ക്രോസ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ലീഫുകളും ഇതുപോലെ ഒരു ബെൻഡായി നിൽക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് ഒരിക്കലും സ്ട്രെയിറ്റ് വരക്കാതെ എപ്പോഴും ടേൺ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്ലിയർ ആയി കിട്ടും. ഈ വൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫീഡ്ബാക്കുകൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക്